വർഷത്തെ ഫസ്റ്റത്തെ എക്സാം ആണ് നമ്മുടെ ഓണ പരീക്ഷയല്ല. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള സാധ്യത കൂട്ടുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നു, ക്വസ്റ്റ്യൻസ് കടുകട്ടിയാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിട്ടിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK Next. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരുന്നു അല്ലെ. അതായത് 18-ാം തീയതി ഓഗസ്റ്റ് 18-നാണ് തിങ്കളാഴ്ച നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈം ടേബിൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ ടെൻഷനിലാണോ എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. കാരണം ടൈം ടേബിളിൽ ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എൻ്റെ സബ്ജക്റ്റ് അതായത് ബയോളജിക്ക് ഒട്ടും ലീവില്ല. നിങ്ങൾ ചെറുതായിട്ടൊന്ന് പെട്ടുപോകുന്ന ഒരു ടൈം ടേബിൾ ആണ് അല്ലെ. നമുക്ക് ടൈം ടേബിൾ വന്നപ്പോൾ ഒരു പണി കിട്ടുകയാണ് ചെയ്തത്. കാരണം ഈ വർഷം നിങ്ങൾ ആദ്യമായി എഴുതാൻ പോകുന്ന ഒരു എക്സാം ആണ്. ഈ ഒരു എക്സാം നമ്മുടെ ബോർഡ് എക്സാമിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയോ, ക്വസ്റ്റ്യൻസ് എത്രത്തോളം കടുകട്ടിയായി വരുന്നുണ്ട് അല്ലെ, എത്രത്തോളം നമ്മൾ പഠിച്ചു, ഇനി എത്രത്തോളമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ പഠിക്കേണ്ടത്, അതായത് നമ്മുടെ ഈ ഒരു ലേണിംഗ് സ്ട്രാറ്റജി അല്ലെ, പഠന രീതി എങ്ങനെയൊക്കെ മാറ്റണം എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു, ഈ ഒരു എക്സാമിലൂടെയാണ്. അത് മാത്രമല്ല, ഈ ഒരു എക്സാമിൽ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓണ പരീക്ഷ കഴിഞ്ഞു വരുന്ന ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന നമ്മുടെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു വഴി ഒരുങ്ങി കിട്ടുകയാണ് അല്ലെ. അതായത് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഈ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ വെറുതെ പൊടി തട്ടിയാൽ മാത്രം മതി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് എന്തൊരു എന്താ പറയുക, ഒരു പരിപാടിയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ടാണ് ഒരു പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പങ്കെടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് കൂളായിട്ട് ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു ജിമ്മിന് പോകുമ്പോൾ പോലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് വാമപ്പ് ചെയ്യണം, ബോഡീനെ ഒന്ന് എനർജറ്റിക് ആക്കിയിട്ടാണ് നമ്മൾ വലിയ എന്താ പറയാ എക്സസൈസിലേക്കൊക്കെ നമ്മൾ പോവാ. ഇതുപോലെ തന്നെയാണ് നമ്മൾ വലിയൊരു പരീക്ഷ നേരിടാൻ പോവാണ്, ബോർഡ് എക്സാം. അപ്പൊ അതിന്റെ മുന്നേ ഉള്ള നമ്മുടെ ഒരു കുട്ടി പ്രാക്ടീസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓൺ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് എഴുതണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ടൈം ടേബിൾ വരുന്നത്. ഈ ഒരു ടൈം ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 18-ാം തീയതി അതായത് തിങ്കളാഴ്ച നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് എന്തായാലും നിങ്ങൾ ചിലപ്പോൾ എക്സാമിന്റെ 1-2 ദിവസം മുന്നേയൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുള്ളൂയിരിക്കും. അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രി മാത്സും അതുപോലെ തന്നെ നമ്മുടെ ബയോളജി ഒക്കെ പഠിക്കാനായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഗ്യാപ്പ്, ഇനി പോട്ടെ ഓണം എക്സാം ആയതുകൊണ്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇല്ലെങ്കിലും ഒരു ദിവസം ഒരു എക്സാം ആണ് അവർ നടത്തുന്നതെങ്കിൽ ആ എക്സാം കഴിഞ്ഞ് വന്നാലെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലുള്ള എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ 18-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നിങ്ങൾ 2 സബ്ജക്ട് നിങ്ങൾ പഠിക്കണം അല്ലെ. ഉച്ചയ്ക്ക് പരീക്ഷ എഴുതുന്നു, അതായത് ഈവനിങ് ആവുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ 2 എക്സാമിലേക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ട്യൂസ്ഡേ രാവിലെ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകും. അപ്പൊ രാവിലത്തെ സമയം നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല, കാരണം ആ സമയത്ത് നിങ്ങളൊരു സബ്ജക്ട് എക്സാം എഴുതുകയാണ്. അതേ ദിവസം തന്നെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നമുക്ക് മാത്തമാറ്റിക്സ് അല്ലെ മാത്സ് പരീക്ഷയുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ വർഷവും വിവാദപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും മാത്സിന്റെ ആയിരിക്കും. അത്രയും ലെവല് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് മാത്സിന് വരുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ ഇംഗ്ലീഷിന്റെ കൂടിയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എന്താ മിസ് ഇമ്പോർട്ടന്റ് അല്ലെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം എല്ലാ വർഷവും കുട്ടികൾ ഫുൾ A+ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു A+ നഷ്ടപ്പെട്ടാൽ അതിന് കാരണം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ മാത്സ് ഒക്കെ എത്ര ടഫ് ആണെങ്കിലും ചിലപ്പം വാല്യുവേഷൻ ലിബറൽ ആവാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ഒക്കെ ആയിരിക്കും അല്ലെ. മാത്സ് എന്ന് പറയുന്നത് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നു, അപ്പൊ അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നില്ല അല്ലെ. അത് മാത്രമല്ല നിങ്ങൾക്ക് കുറേ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും നിങ്ങൾ എസ്സേകളും കാര്യങ്ങളും ഒക്കെ എഴുതി കുഴഞ്ഞ് നിങ്ങൾ അപ്പൊ തന്നെ അടുത്ത എക്സാം ആയിട്ടുള്ള മാത്സും എഴുതി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ പിറ്റേ ദിവസമുള്ള എക്സാം എന്ന് പറയുന്നതോ ബയോളജിയാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല നിങ്ങൾക്ക് ഇവിടെ. എന്തില്ല മക്കളെ, ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്കില്ല. അതായത് ട്യൂസ്ഡേ ഈ 2 പരീക്ഷ എഴുതി വന്ന് ഈവനിങ് വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ ആ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് ബയോളജി എക്സാം എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പം ബയോളജി എക്സാം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് രാവിലെ നമുക്ക് കുറച്ച് സമയം കിട്ടും എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കാണുന്നുള്ളൂ. അപ്പൊ മാത്സും ബയോളജിയും അടുപ്പിച്ച് വന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ലേ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ മാത്സിന് എന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം 2 എക്സാം ഒരുമിച്ച് വന്നതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങും എന്നുള്ളത് അറിയാം.
ഇംഗ്ലീഷും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബയോളജിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നേ തന്നെ സമയം കണ്ടെത്തണം. കാരണം മാത്സും ഇംഗ്ലീഷും മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ തൊട്ടടുത്ത ദിവസം വരുന്ന ബയോളജി നിങ്ങളെ മാർക്ക് കുറയ്ക്കാനുള്ള സ്കോപ്പ് അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നേ തന്നെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബയോളജി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പഠിച്ചു തുടങ്ങാനല്ല മിസ് പറയുന്നത്, പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കാരണം എന്തായാലും നമ്മുടെ മുന്നിൽ കുറച്ചധികം ദിവസങ്ങളുണ്ട്. കൃത്യമായൊരു ടൈം ടേബിള് ഉണ്ടാക്കി അതിനനുസരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ഗ്യാപ്പില്ലായ്മയൊന്നും ഒരു സ്ട്രെസ് ആവണമെന്നില്ല. ഓക്കെ, ഒരു ദിവസം 2 പരീക്ഷ എഴുതുക എന്നുള്ളതും നിങ്ങൾക്ക് സ്ട്രെസ് ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇപ്പൊ ബയോളജി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അറിയാലോ, ബോട്ടണിയിൽ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബയോടെക്നോളജി 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, പിന്നെ ചെറിയ ചാപ്റ്റർ ആയ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനും. അപ്പൊ ടോട്ടലായിട്ട് നമുക്ക് എന്താണുള്ളത്? ഒരു 5ന്റെ അടുത്ത് ചാപ്റ്റേഴ്സ്, അല്ലെ എനിക്ക് തോന്നുന്നു ബയോടെക്നോളജി തന്നെ നിങ്ങൾക്ക് ഫുള്ളില്ല. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ മുന്നേ തന്നെ എന്ത് ചെയ്യുക? ഉള്ള ദിവസങ്ങളിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ കുറച്ച് പഠിച്ചു വെക്കാനല്ല, മുഴുവനായിട്ടും പഠിച്ചു വെക്കുക. എന്നിട്ടോ മാത്സ് പരീക്ഷ കഴിഞ്ഞ് വന്ന് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ആ പഠിച്ചു വെച്ച ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ കുറെ സമയവും കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഈ ഒരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. ബയോളജിക്ക് ഗ്യാപ്പില്ല, ബയോളജിക്ക് ദിവസങ്ങളില്ല. അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ബയോളജിക്ക് നല്ല പണി കിട്ടും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഈ ഒരു എക്സാം എല്ലാം മിസ് ചെയ്ത് പോട്ടെ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എല്ലാ എക്സാമും നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും. കാരണം ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കാനുള്ള പരീക്ഷയാണ്. അപ്പം ഈ ഒരു എക്സാം നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാണോ പഠിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം നന്നായിട്ടാണോ എഴുതുന്നത്, അതനുസരിച്ചാണ് നിങ്ങൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നിസ്സാരമായി കാണരുത്. അയ്യോ ടൈം ടേബിൾ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് സില്ലിയായി കാണരുത്. സീരിയസ് ആയി തന്നെ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ബയോളജി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ടാണ് ഫിസിക്സ് വരുന്നത്. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഫ്രൈഡേ കഴിഞ്ഞ് വെനസ്ഡേ ആണ് കെമിസ്ട്രി എക്സാം വരുന്നത്. അപ്പൊ ആകെ നമുക്ക് ഈ 2 എക്സാമിന് മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഞാൻ ബയോളജിക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നില്ല, മാത്സിനും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം തിങ്കളാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും മാത്സും നിങ്ങൾ ഒരുപോലെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ചില കുട്ടികൾ പറയും, മിസ്സേ മാത്സിനേക്കാൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷാണ്, അപ്പൊ ഇംഗ്ലീഷും മാത്സും കൂടി എങ്ങനെ പഠിക്കണം എന്ന് അറിയുന്നില്ല. കാരണം എന്താണ്? അവർ ഇംഗ്ലീഷൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ A+ നഷ്ടപ്പെടാനുള്ള ചാൻസ് ആ ഇംഗ്ലീഷിലായിരിക്കും. എല്ലാ കൊല്ലവും A+ന്റെ എണ്ണം കുറയുന്നതും ഇംഗ്ലീഷ് കാരണമൊക്കെയാണ്. അപ്പൊ 2 സബ്ജക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ മാത്സ് പഠിച്ചു തുടങ്ങുക. ഇപ്പൊ ഇംഗ്ലീഷ് എന്തായാലും തലേ ദിവസമാണ് പഠിക്കുന്നതെങ്കിൽ മാത്സ് ഞാനിപ്പോ ബയോളജി പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി അങ്ങോട്ടേക്കുള്ള 10, 15, 20 ദിവസം വെറുതെ വേസ്റ്റ് ചെയ്യരുത്, വെറുതെ കളയരുത്. സമയം കളയാതെ കൃത്യമായി ഈ 2 സബ്ജക്റ്റുകൾക്ക്, ബയോളജിക്കും മാത്സിനും എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ.